നമസ്കാരം. ഇന്ന് 2013 ആണ്ട് ആഗസ്റ്റ് മാസം 22 തീയതി വ്യാഴാഴ്ച 1189 ആണ്ട് ചിങ്ങമാസം 6 തീയതി ചതയ നക്ഷത്രം 7:59 വരെയുണ്ട്. പകൽ 9:31 വരെ. ദ്വിതീയ തിഥി 49:48 വരെയുണ്ട്. ഈ 9:31 വരെ ശുഭകർമ്മങ്ങൾക്കൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ്. അതിനുശേഷം വരുന്ന പൂരോരുട്ടാതി നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യവുമല്ല. പകൽ 6:19 മുതൽ 8 മണി വരെയുള്ള ചിങ്ങം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വാഹനത്തിൽ കയറുന്നതിനും വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വളരെ അഭികാമ്യമാണ്. പകൽ 8 മണി മുതൽ 9:31 വരെയുള്ള കന്യരാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും സന്ധി സംഭാഷണത്തിനും കരാറ് ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും വളരെ അനുയോജ്യമാണ്. ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. നാളെ ആഗസ്റ്റ് 23 തീയതി വെള്ളിയാഴ്ച ചിങ്ങമാസം 7 തീയതി പൂരോരുട്ടാതി നക്ഷത്രം 4:37 വരെയുണ്ട്. പകൽ 8:10 വരെ ശുഭകർമ്മങ്ങൾക്ക് നന്നല്ലാത്തതാണ്. അതിനുശേഷം വരുന്ന ഉത്രട്ടാതി നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ്. നാളെ പകൽ 8:47 മുതൽ 9:56 വരെയുള്ള കന്നിരാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും എന്ന് വേണ്ടില്ല ശുഭകർമ്മങ്ങൾക്കൊക്കെ തന്നെ നാളെ പകൽ 8:47 മുതൽ 9:56 വരെയുള്ള കന്നിരാശി സമയത്തും നാളത്തെ ദിവസം 12 മണി മുതൽ പകൽ 12 മണി മുതൽ 2:13 വരെയുള്ള സമയത്തും 2:13 മുതൽ 4:21 വരെയുള്ള ധനുരാശി സമയത്തും ആവാവുന്നതാണ്. 4:21 മുതൽ 6:17 വരെ നാളെ സായാഹ്ന സമയത്ത് ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും വാഹനം വാങ്ങിക്കുന്നതിനും അഭികാമ്യവുമാണ്. ഇന്നത്തെ ദിവസം പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും നാളത്തെ ദിവസം മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും ഒരു ശുഭകർമ്മങ്ങളും അരുതാത്തതാണ്. ഇന്നത്തെ ദിവസം തെക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയതും ഒഴിവാക്കേണ്ടതുമാണ്. നമസ്കാരം.